പത്തനംതിട്ട ചിറ്റാറിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത മത്തായിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി തിരുവനന്തപുരം CBI കോടതി അംഗീകരിച്ചു. നിലവിൽ CBI സമർപ്പിച്ച കുറ്റപത്രം കോടതി അംഗീകരിച്ചിട്ടില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയെന്ന കുടുംബത്തിന്റെ ആരോപണം പരിശോധിച്ച് വീണ്ടും കുറ്റപത്രം സമർപ്പിക്കാനാണ് നിർദ്ദേശം. കോടതി വിധിയിൽ പ്രതീക്ഷയുണ്ടെന്ന് മത്തായിയുടെ ഭാര്യ ഷീബ 24നോട് പറഞ്ഞു. തെറ്റ് ചെയ്ത് അവർ ശിക്ഷിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം, അവർ ഞങ്ങളെ അനാഥത്വമാക്കിയ അവർക്കെതിരെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം. അവർ കസ്റ്റഡി എടുത്ത് അവരെ ഇതുവരെയായിട്ടും അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല. അതൊക്കെ ഞങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ അതൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ ആ ഒരു അവസ്ഥ അവരത് മനസ്സിലാക്കണം. ഈ കേസ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. അവർക്ക് അർഹതപ്പെട്ട വിധി ഇത് വരുമെന്ന്, ശിക്ഷ കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സലീമ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ ഹർജി അനുവദിച്ചിരിക്കുന്നത്? കോടതി ഈ ആദ്യം നൽകിയ കുറ്റപത്രം സ്വീകരിച്ചിട്ടില്ലല്ലോ, മടക്കിയിരുന്നല്ലോ. എന്താണ് മറ്റു വിവരങ്ങൾ സലീം? വിജയകുമാർ, CBI ആദ്യം പോലീസും പിന്നാലെ CBIയും ഈ കേസ് അന്വേഷിച്ചപ്പോഴൊക്കെ അത് കൃത്യമായല്ല അന്വേഷിച്ചത്, അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അതിലുണ്ടായി എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ കണ്ടെത്തൽ. കാരണം മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ് എടുത്തിരുന്നത്. കൊലക്കുറ്റം ചുമത്താനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു എന്നുള്ളതാണ് കോടതി പ്രധാനമായും ചോദിച്ചത്. ഈ ചോദ്യം വളരെ നേരത്തെ തന്നെ മത്തായിയുടെ കുടുംബം ഉയർത്തിയതാണ്. വർഷങ്ങളായുള്ള നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു പകുതിയെങ്കിലും അനുകൂലമായൊരു വിധി, അതല്ലെങ്കിൽ ആശ്വാസകരമായൊരു തീരുമാനം ആ കുടുംബത്തെ തേടിയെത്തുന്നത്. കാരണം CBIയോട് പലതവണ ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു ന്യായമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകൾ നടത്തി എന്നതുൾപ്പെടെ വിവിധ ആരോപണങ്ങൾ ആ കുടുംബത്തിനുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കുറ്റപത്രത്തിൽ വാസ്തവത്തിൻ്റെ കണികകൾ കുറവാണ് എന്നുള്ളതായിരുന്നു ഇവരുടെ ആരോപണം, ഈ വീട്ടുകാരുടെ ആരോപണം. അത് കോടതി ഏറെക്കുറെ ശരിവെക്കുന്ന നിലയിലായിരുന്നു കോടതിയിൽ നിന്നും ഉള്ള കണ്ടെത്തലും. അതിനുശേഷമാണ് ആ കുറ്റപത്രം മടക്കിയത്. അതിന് പിന്നാലെ ഇപ്പോൾ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. മാത്രമല്ല 30 ദിവസത്തിനകം തന്നെ തുടരന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷമായിരുന്നു ഈ മത്തായിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിൽ ദുരൂഹതയുണ്ടെന്നും ഈ തെറ്റുകാരനല്ലാത്ത മത്തായി അറസ്റ്റ് ചെയ്ത് അതിനുശേഷം മർദ്ദിച്ചത് കോടതിയിൽ ഉൾപ്പെടെ മത്തായി പറയുമെന്ന് ഭയന്നുകൊണ്ട് ഉദ്യോഗസ്ഥർ തന്നെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. ആ ആരോപണം ആ നിലയിൽ നിലനിൽക്കുമ്പോഴായിരുന്നു ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല പോലീസും അതിന് പിന്നാലെ CBIയും നടത്തിയത് എന്ന് കണ്ടെത്തിയത്. പോലീസ് ഇത് ആത്മഹത്യ എന്നുള്ളതായിരുന്നു കണ്ടെത്തിയത്. അതിന് പിന്നാലെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി CBIയും കേസെടുത്തത്. വിജയകുമാർ. യെസ്, സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരോപണ വിധേയരായ ഒരു കേസാണ്. അതിൽ കോടതിക്കും ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യ കുറ്റപത്രം നിരാകരിക്കുകയും അത് സ്വീകരിക്കാതിരിക്കുകയും കൂടുതൽ അന്വേഷണം നടത്തി സമയബന്ധിതമായ റിപ്പോർട്ട് നൽകണമെന്ന് ഇപ്പോൾ ആ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കോടതി ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.